ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നാരങ്ങ കൊണ്ട് പുട്ടുകുറ്റിയിൽ ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടമാവും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ നാരങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒട്ടും നനവ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കണം. അപ്പോൾ ഞാനിവിടെ പുട്ടുകുറ്റിയിലാണ് കേട്ടോ ഇത് ആവി കയറ്റി എടുക്കുന്നത്. ഒരു 2-3 ബാച്ചായിട്ട് നമുക്കിത് മുഴുവനായിട്ടൊന്ന് ആവി കയറ്റി എടുക്കാം. പുട്ടുകുറ്റിയിലാണെങ്കിൽ ഒരുപാട് സമയമൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ആവി കയറ്റി എടുക്കാൻ പറ്റും. ഇതിനേക്കാൾ നിങ്ങളിപ്പോൾ 1 കിലോ 2 കിലോ ഒക്കെ നാരങ്ങ എടുക്കുന്നുണ്ടെങ്കിൽ ആവി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പുട്ടുകുറ്റിയിൽ ഇതൊരു 5 മിനിറ്റ് നേരം ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ഇതുപോലെ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ പൊട്ടുന്നതിന് മുൻപായിട്ട് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് 4 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ഉപ്പ് പുരട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിലും പറ്റുകയാണെങ്കിലും 1 മണിക്കൂർ നേരം നല്ല പോലെ ഒന്ന് വെയിൽ കൊള്ളിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ എന്ന് പറഞ്ഞത് പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ വെയിൽ കൊള്ളിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർ കുഴപ്പമൊന്നുമില്ല. ഒരു 2 ദിവസം ഇത് റെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വെയിൽ കൊള്ളിക്കുകയാണെങ്കിൽ. അപ്പോൾ 1 മണിക്കൂർ ഞാനിവിടെ എന്തായാലും വെയിലത്തേക്ക് മാറ്റുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുകയാണ്. ഏകദേശം 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതേ അളവിൽ ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നീളത്തിലോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഒന്ന് ചതച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം കാന്താരി മുളക്, അതായത് ചീനമുളകൊക്കെ അല്ലേ, അതാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അത് നെറ്റിയോട് കൂടെ തന്നെ ഒരു പിടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഒരു 6 പച്ചമുളകാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ നിറാകുന്നത് വരെ ഒന്നും മൂപ്പിക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മതി. അപ്പം അതിന് മുൻപായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങയിലേക്ക് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ നല്ല പോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതേ അളവിൽ തന്നെ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി, നമ്മൾ സാമ്പാറിനൊക്കെ യൂസ് ചെയ്യുന്ന കായപ്പൊടി. ഇത് രണ്ടും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം, ചെറിയ തീയിൽ വെച്ചിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി, അതായത് സുർക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നാരങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്, നല്ല പുളി ഉണ്ടാവും. എന്നാലും വിനാഗിരി കൂടെ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം നമ്മളിവിടെ 1 മണിക്കൂർ നേരം വെയിലത്ത് വെച്ചിട്ടുള്ള ആ നാരങ്ങ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാരങ്ങ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ചേർക്കുമ്പോൾ മധുരം ഉണ്ടാവുമെന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഇല്ല കേട്ടോ, കുറച്ചും കൂടെ നല്ല പോലെ ഒന്ന് മിക്സായിട്ട് ഇതൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മധുരമൊന്നും മുന്നിട്ട് നിൽക്കില്ല. ഞാനിവിടെ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവയും കടുകും വറുത്തു പൊടിച്ചതാണ് കേട്ടോ. 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും നല്ല പോലെ ഒന്ന് വറുത്തെടുത്തിട്ട് അത് ചൂട് ചെറുതായിട്ടൊന്ന് പോകുന്ന സമയത്ത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തത്. അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിനാഗിരി ചേർത്ത് തിളച്ച സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ പഞ്ചസാരയും ഉലുവയും കടുകും പൊടിച്ചതും ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി ചേർത്ത് ഇളക്കിയാൽ നമ്മുടെ ഈ ഒരു വെള്ളനാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ നമ്മൾ ആവിയൊക്കെ കയറ്റി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇന്ന് തന്നെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. വെയിലത്ത് വെച്ച് ഉണക്കും കൂടെ ചെയ്തതുകൊണ്ട് ഒട്ടും കയ്പില്ലാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം, നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്